ആയി മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു വന്നത്. അപ്പോഴാണ് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുള്ളത് മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതന്നെ ആയാലും ഇന്ന് നമുക്ക്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 A4 ഷീറ്റിൽ നിന്ന് 8 പേജസാണ് കിട്ടിയിട്ടുള്ളത്. അത് ഒരു പേപ്പറിൽ നിന്നും 8 പേജസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നോട്ട്ബുക്കിൻ്റെ പേജസ് ആയാലും മതിയാവും. ഇനി നമ്മൾ ഈ ഒരു പേജസൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് ഫെവിക്കോൾ ഗം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് 3 കാർഡ്ബോർഡിൻ്റെ പീസ് ആവശ്യമുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഈ പേപ്പേഴ്സിനെങ്ങാട്ടും 0.5 സെൻറ്റിമീറ്ററിനെങ്ങാട്ടും ലെങ്ത്ത് കൂടുതലായിരിക്കണം കേട്ടോ. എന്നിട്ടത് 3 ഒന്നിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ 3 പീസിനെയും ഒന്നിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒരു A4 ഷീറ്റ് പേപ്പർ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ കവർ ചെയ്ത പേപ്പറിലോട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴത്തെ പോലെയും ഗ്രിഡ് ലൈൻസ് ആണ് വെച്ചെടുത്തത്. നമ്മൾ എപ്പോഴത്തെ പോലെയും ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ ക്രാഫ്റ്റും ഗ്രിഡ് ലൈൻസിലാണ് വരാറുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രിഡ് ലൈൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള ഈ പേജസ് ഉണ്ടല്ലോ, നമ്മൾ ഗമ്മൊട്ടിച്ച് വെച്ച പേജസ്, അതെടുക്കുക. ഒന്നും കൂടി ഗമ്മൊട്ടിച്ചിട്ട് നമ്മളൊരു പേപ്പറും കൂടി അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഒന്നും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അത് നോക്കി ചെയ്താൽ നിങ്ങൾക്ക് മതിയാവും. എന്നിട്ട് നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ പീസും അതേപോലെ ഈ പേപ്പേഴ്സും ഒന്നിച്ച് വെക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 സൈഡിലും ഗമ്മൊട്ടിച്ചിട്ട് ഒട്ടിക്കുക. പക്ഷേ മിഡിലിൽ മാത്രം നിങ്ങൾ ഗമ്മൊട്ടിച്ചിട്ട് ഒട്ടിക്കാൻ പാടില്ല. കാരണം ഇല്ലെങ്കിൽ നമുക്ക് പേപ്പേഴ്സൊന്നും തുറക്കാൻ പറ്റത്തില്ല, അത് ഒട്ടിയിട്ട് നിൽക്കും. അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോസസ്സും നിങ്ങൾ ചെയ്തെടുക്കണം, എന്നാലേ നിങ്ങൾക്കൊരു മിനി നോട്ട്ബുക്ക് ആയിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ ബുക്കിനെ തുറക്കുകയും അടുക്കുകയൊക്കെ ചെയ്ത് നോക്കുക. ഈ പേജസൊക്കെ നേരെ തുറന്ന് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മുടെ മിനി നോട്ട്ബുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചാൽ നമ്മുടെ മിനി നോട്ട്ബുക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്യൂട്ട് ആൻഡ് ഈസി സിമ്പിളായിട്ടുള്ള മിനി നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈസി ആൻഡ് സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.